ഹായ് ഗായ്സ്, ക്ലിപ്പർ ഒന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 7 ഗ്രാൻഡ് ഫിനാലയിലേക്കുള്ള വോട്ടിംഗ് ആണ് ഇപ്പോൾ ഹോട്ട്സ്റ്റാർ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി 4 ദിവസം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. നമ്മളിന്ന് ബുധനാഴ്ച ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള റൺ ഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. നമ്മുടെ മുമ്പിൽ ഫിനാലെ വീക്കിലേക്ക് വന്നിരിക്കുന്നത് 7 മത്സരാർത്ഥികളാണ്. 7 മത്സരാർത്ഥികളാകും ഇത്തവണ ഫിനാലെ വീക്കിലേക്ക് മത്സരിക്കുക. കാരണം ഒരു മിഡ് വീക്ക് എവിക്ഷൻ ഉണ്ടാകാൻ യാതൊരു ചാൻസുമില്ല. ഇതൊരു സീസൺ 7 7ൻ്റെ പണിയാണെന്ന് പറഞ്ഞ പോലെ തന്നെ 7 മത്സരാർത്ഥികളാവും ഫൈനലിസ്റ്റ്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. നമ്മുടെ ഇഷ്ട മത്സരാർത്ഥികൾക്ക് വേണ്ടി നിങ്ങൾ ജിയോ ഹോട്ട്സ്റ്റാർ ആപ്പിൽ കയറി തന്നെ വോട്ട് ചെയ്യുക. എന്നാൽ മാത്രമേ ആ വോട്ട് മത്സരാർത്ഥിക്ക് ലഭിക്കത്തുള്ളൂ. അതോടൊപ്പം വരുമണികളിലെ കൃത്യമായ വോട്ടിംഗ് വിവരങ്ങൾക്കും ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കുമായിട്ട് നമ്മുടെ ചാനൽ സന്ദർശിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവേത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. ഇന്ന് ഉച്ചയ്ക്ക് 3 മണിയുടെ വോട്ടിംഗ് റിസൾട്ടിൽ 1ാം പൊസിഷൻ അത് അനുമോൾ തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. അനുമോൾ വാശിയേറിയ പോരാട്ടത്തിനൊടുവിലാണ് തൻ്റെ 1ാം പൊസിഷൻ തിരിച്ച് കരസ്ഥമാക്കിയിരിക്കുന്നത്. അനീഷുമായിട്ടുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ വളരെ ചെറിയൊരു വോട്ടിൻ്റെ ലീഡിലാണ് 1ാം പൊസിഷൻ പിടിച്ചെടുത്തത്. അതുകൊണ്ട് തന്നെ ഏത് നിമിഷം വേണമെങ്കിലും മാറി മറിയാം ഈ റിസൾട്ട്. 54,200 വോട്ട് നേടി ഇപ്പോൾ 1ാം പൊസിഷനാണുള്ളത്. 2ാം പൊസിഷനിൽ അനീഷ് തള്ളപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. നേരത്തെ കുറേ സമയം 1ാം പൊസിഷൻ കൈക്കലാക്കി വെച്ചിരുന്ന ഒരു മത്സരാർത്ഥിയായിരുന്നു അനീഷ്. എന്നാൽ ഇപ്പോൾ അനുമോളുടെ മുമ്പിൽ ഒന്ന് പിടിച്ചു നിൽക്കാനാവാതെ ചെറിയൊരു വോട്ടിൻ്റെ ഡിഫറൻസിൽ 2ാം പൊസിഷനിലേക്ക് തള്ളപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. 52,900 വോട്ട് നേടി 2ാം പൊസിഷനാണുള്ളത്. 3ാം പൊസിഷനിൽ ഷാനവാസ് തന്നെയാണ് തുടർന്ന്. യാതൊരു മാറ്റമില്ലാണ്ട് ഷാനവാസ് 3ാം പൊസിഷനിൽ തന്നെ തുടരുകയാണ്. പക്ഷേ എന്നിരുന്നാൽ കൂടെ തൊട്ട് മുന്നിലുള്ള മത്സരാർത്ഥിയെ എത്തിപ്പിടിക്കാൻ തക്ക വിധത്തിലുള്ള ഒരു വോട്ടിംഗ് പ്രകടനം ഇതുവരെയും ഷാനവാസിന്റെ ഭാഗത്തുണ്ടായിട്ടില്ല. 37,800 വോട്ട് നേടി 3ാം പൊസിഷനാണുള്ളത്. 4ാം പൊസിഷനിൽ നൂറ തന്നെയാണ് തുടർന്ന്. നൂറയ്ക്ക് കാര്യമായൊരു വോട്ടിംഗ് ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഷാനവാസിനെ ഇപ്പോൾ അട്ടിമറിക്കാൻ തക്ക വിധത്തിലേക്കുള്ള ഒരു വോട്ടിംഗ് പ്രകടനം കണ്ടുവരുന്നില്ല. ഇപ്പോൾ 35,230 വോട്ട് നേടി 4ാം പൊസിഷനാണുള്ളത്. 5ാം പൊസിഷനിൽ അക്ബറാണുള്ളത്. അക്ബർ അട്ടിമറി മുന്നേറ്റം നടത്തി വീണ്ടും കയറി വന്നിരിക്കുകയാണ്. നെവിനെ അട്ടിമറിച്ചുകൊണ്ടാണ് അക്ബർ 5ാം പൊസിഷൻ തിരിച്ചു പിടിച്ചിരിക്കുന്നത്. ഇപ്പോൾ 30,560 വോട്ട് നേടി 5ാം പൊസിഷൻ നിലനിർത്തിയിട്ടുണ്ട്. 6ാം പൊസിഷനിൽ നെവിനാണുള്ളത്. നെവിന് ചെറിയ രീതിയിലൊരു വോട്ടിംഗ് ഇടിവ് കാരണം പിന്നിലേക്ക് വരികയാണ് ചെയ്തിരിക്കുന്നത്. എന്നിരുന്നാൽ കൂടെ അക്ബറുമായിട്ട് ഇപ്പോഴും ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ തന്നെയാണ് തുടരുന്നത്. 30,489 വോട്ട് നേടി 6ാം പൊസിഷനാണുള്ളത്. 7ാം പൊസിഷനിൽ ആദിലയാണുള്ളത്. എന്തായാലും ഫിനാലെ 7 പേരാണെങ്കിൽ ലാസ്റ്റ് പൊസിഷനിൽ ആദിലയായിരിക്കും ഉണ്ടായിരിക്കുക. 20,160 വോട്ടാണ് ആദില ഇപ്പോൾ കരസ്ഥമാക്കി 7ാം പൊസിഷനിൽ നിലയുറപ്പിച്ചിരിക്കുന്നത്.